നോക്കൂ, പഞ്ചാബാണ് ഏറ്റവും അധികം ലഹരി ഹബ്ബ്. കേരളം വലിയ ഹബ്ബൊന്നുമല്ല. കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടിക്കുന്നത്, ലഹരി പിടിക്കുന്നത് ഇവിടൊന്നും അല്ല എന്നൊക്കെ ന്യായം വന്നാലും നമുക്കിത് ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എത്രത്തോളം ഭീകരമായ കാര്യങ്ങളാണ്. എനിക്ക് തന്നെ കേരളത്തിന് ഇപ്പോൾ ഒന്ന് രണ്ട് ചർച്ചകൾ കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളടക്കം അയക്കുന്ന മെസ്സേജുകൾ വായിച്ചാൽ തലവെരുത്തു പോകും. അയക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തലവെരുത്തും. ഏറ്റവും ഒടുവിൽ ഒരാൾ അയച്ചത് ഒരു പാറപ്പുറത്ത് കുറേയധികം കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നു. അതുങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുണ്ട്. പ്ലാസ്റ്റിക് കവറിലേക്ക് എന്തോ ഒരു പെയിന്റ് ഒഴിച്ചിട്ട് അതിങ്ങനെ മണക്കുകയാണ്. അതിങ്ങനെ മണത്ത് ബോധം കെട്ട് വീഴുന്ന കുറേയധികം കുട്ടികളുടെ ദൃശ്യങ്ങൾ. ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല, നമുക്ക് അടുത്തുള്ള സ്ഥലമാണ്. രാഹുൽ ഈശ്വർ, അത്രത്തോളം ഭീകരമാണ് ഗ്രൗണ്ട് ലെവലിൽ ഈ പറഞ്ഞ കുട്ടികളെ, സ്കൂൾ കുട്ടികളെ അടക്കം അത്രത്തോളം അങ്ങേയറ്റം ഭീകരമാണ് ലഹരി വാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. ഈ പറയുന്ന അക്രമ സംഭവങ്ങൾ കാരണങ്ങൾ ഒന്ന് അതാണോ എന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പറയുമ്പോഴും ഈ ചെന്താമര അടക്കം നടത്തിയ കൊലപാതകങ്ങൾ ലഹരിക്കടിമയായിട്ടല്ലല്ലോ എന്ന മറുചോദ്യം ഉയരുന്നുണ്ട്. ഈ പല കാരണങ്ങളിൽ ഈ സിനിമയിലെയും കൂടി വരുന്ന വയലൻസ് ഒരു കാരണമാണോ എന്നത് അക്കാദമികമായി തന്നെ സർക്കാർ പഠിക്കേണ്ടതല്ലേ രാഹുൽ ഈശ്വർ? വളരെ സത്യമാണ് ഹാഷ്മി. നമുക്ക് വാദങ്ങളും മറുവാദങ്ങളും ഈസി ആയിട്ട് ഉണ്ടാക്കാം, ആൾക്കാർക്ക് എന്ത് വാദങ്ങളും ഉണ്ടാക്കാം. പക്ഷേ 2003 ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ വയലൻസ് ഓഫ് യൂത്ത്, ക്രെയ്ഗെ ആൻഡേഴ്സൺ, ലിയോണാർഡ് എഡ്വാർഡ് എന്നിവരുടെ പഠനം അസോസിയേഷൻ ഫോർ സൈക്കോളജിക്കൽ സയൻസസിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ വളരെ കാറ്റഗറിക്കലായി, എംപിരിക്കലായി, തെളിവ് സഹിതം തെളിയിക്കുന്ന കാര്യം മീഡിയ വയലൻസും സിനിമാ വയലൻസും യുവാക്കളെ, കുട്ടികളെ കൂടുതൽ വയലൻസിന് താല്പര്യമുള്ളവരാക്കി, വയലൻസിലേക്കാക്കി എന്ന കാറ്റഗറിക്കൽ പഠനങ്ങളുണ്ട്. അപ്പൊ അതൊരു സത്യമാണ്, റിസർച്ചിലൂടെ അടക്കം ലോകത്തെ പല ഭാഗങ്ങളിൽ കണ്ടെത്തിയ ഒരു സത്യമാണ്. രണ്ട്, സിനിമ നൂറ്റാണ്ടിന്റെ കലാരൂപമാണ്. എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സമന്വയവും സിനർജിയുമാണ് സിനിമ. അതുകൊണ്ടാണ് സിനിമ കൂടുതൽ റെസ്പോൺസിബിൾ ആണോ എന്ന് പറയുന്നത്. നേരത്തെ ശ്രീ നിഷാദ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുകയായിരുന്നു, റെയ്ബാൻ, ടോപ്പ് ഗൺ എന്ന് പറയുന്ന ടോം ക്രൂസിന്റെ സിനിമ 1986 ഇറങ്ങുമ്പോൾ അത് റെയ്ബാൻ എന്ന് പറയുന്ന നമ്മൾ പലരും ധരിക്കുന്ന ആ ഗ്ലാസിന്റെ ചരിത്രം തന്നെ മാറ്റിയുണ്ടായി. അത്രയധികം കൂടുതൽ സെയിൽസ് ബൂസ്റ്റായി. നമ്മുടെ മലയാളത്തിൽ ആടുതോമ അടക്കം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവും. കാര്യം സിനിമയ്ക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. മാർക്കോ ആകട്ടെ, കില്ലാകട്ടെ, ആനിമൽ ആകട്ടെ, സിനിമ വൈസ് ചില മെച്ചങ്ങൾ കാണാം. പക്ഷേ ഓവർ വയലൻസ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ആനിമൽ, ഈ കാര്യം അറിയാതെ ഞാനും വൈഫും മകനും കൂടെ കാണാൻ പോയി. നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിലായിരുന്നു. മകനെ കേറ്റില്ലെന്ന് പറഞ്ഞപ്പം ഇതേപോലെ ഞാൻ പ്രതിഷേധിച്ചു. ഞാൻ പറഞ്ഞു, അവന്റെ വയലൻസ് വരുമ്പോൾ കണ്ണടച്ച് ഞാൻ വെച്ചോളാം, എന്റെ മോനല്ലേ, ഞാൻ നോക്കിക്കോളാം ഒക്കെ. അവർ സ്ട്രിക്റ്റ് ആയി പറഞ്ഞു, ലുലു മാളിൽ കേറ്റിയില്ല. പക്ഷെ പിന്നീട് ഞാൻ ആ സിനിമ കണ്ടോ മനസ്സിലായി എന്റെ ഭാഗം തെറ്റായിരുന്നു, അവരായിരുന്നു ശരിയെന്ന്. കാര്യം ആനിമൽ പോലൊരു സിനിമ ഒരു 8 വയസ്സുള്ള 9 വയസ്സുള്ള കുട്ടി ഒരു കാരണവശാലും കാണരുത്. അല്ലെങ്കിൽ അല്ല, ഇത് ഒരു കാര്യം കൂടെ, ഇത് നമുക്ക് ചെറുത് കേട്ടോ. അതെ അതെ അതെ, അല്ല ആനിമൽ പോലും ആനിമൽ ആകട്ടെ, നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ കില്ലാകട്ടെ. ഇപ്പൊ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗംഭീര സിനിമയാണ്, ചാക്കോച്ചന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ്. പക്ഷെ അതിലും ഒരു സീനുണ്ട്, ഒരു ഗർഭിണിയെ ചവിട്ടുകയാണ്. അത് ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് കുറ്റമാണെങ്കിലും ഒരു ഗർഭിണിയെ ചവിട്ടുക പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നൊരു മാന്യതയും മര്യാദയും നമുക്ക് വേണം നമ്മുടെ സിനിമകളിൽ. അതായത് പ്രഗ്നന്റ് ആയ സ്ത്രീ, അവർ മാല മോഷ്ടിച്ചുകൊണ്ടായിരിക്കാം, അവർ എന്ത് തെറ്റും ചെയ്യട്ടെ, കാര്യം അകത്തൊരു കുഞ്ഞുള്ളതല്ലേ. ഒരു ഗർഭിണിയെ ചവിട്ടുന്നതല്ല ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഗർഭിണിക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ട് അയ്യോ എന്ന് വല്ലാതെ പറയും. പക്ഷേ റിയൽ ലൈഫിൽ, റിയൽ കലാപങ്ങളിലൊക്കെ നമ്മൾ കേട്ടതും വായിച്ചതും ഒക്കെയാണ് കേട്ടോ. അല്ല, അവിടെയാണ് എന്താ അറിയോ എന്റെ ഭാഷ്മിജി, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ സിനിമയിൽ കാണുന്നത് കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാരെയും ഒരേപോലെ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ഹരിചന്ദ്രൻ നാടകം കണ്ട് സത്യസന്ധരായി എന്ന് പറയുന്നു. മഹാത്മാഗാന്ധി ഒറ്റയ്ക്കല്ലല്ലോ കണ്ടത്, ഒരുപാട് പേര് കണ്ടില്ലേ, അവരാരും സത്യസന്ധരായില്ല. ഓരോ വ്യക്തികളിലും ഓരോ ഇമ്പാക്റ്റ് ആണ്. കുറച്ചുകൂടെ ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രൊക്ലിവിറ്റി, ടെൻഡൻസി, വാസന ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. അപ്പം കുറച്ച് വയലന്റ് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവരെ കൂടുതൽ വയലൻസിലേക്ക് തള്ളിവിടാനും സമൂഹത്തിൽ കൂടുതൽ വയലൻസും കൂടുതൽ എക്സ്ട്രീമിറ്റിയും ഉണ്ടാക്കാനും ഇതിന് സാഹചര്യവും സന്ദർഭവും ഉണ്ടാവും. അവിടെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പഴയ നമ്മുടെ പ്രേം നസീറിനെ പോലെ ഏറ്റവും പരിശുദ്ധ നായകൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും സിനിമ യാഥാർത്ഥ്യബോധത്തോടെ എടുക്കാൻ കഴിയില്ല. അവിടെയാണ് ചില ലക്ഷ്മണരേഖകൾ നമുക്ക് ഉണ്ടാകണം. അതിന് നമ്മുടെ സെൻസർ ബോർഡ് ഉണ്ടാവണം, സർട്ടിഫിക്കേഷൻ ഉണ്ടാകണം, അതിന് പരിധികളും പരിമിതികളും വേണം. മാധ്യമങ്ങളുടെ ശ്രീ രഞ്ജിനി വാരത്തിന്റെയും ശ്രീ സജി നന്ദിയാട് സാറിന്റെ അടക്കമുള്ള ആൾക്കാർ, സിനിമാ മേഖലയിൽ നിന്ന് വരുന്നവർ തന്നെ, അല്ലെങ്കിൽ ശ്രീ നിഷാദ് അടക്കമുള്ളവർ മുമ്പോട്ട് വന്ന്
കുറച്ച് കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ. അത് പാടില്ല. അത് ലൈംഗികതയാകാം, അത് വയലൻസ് ആകാം, ഡ്രഗ്സ് ആകാം. പണ്ടത്തെ സിനിമകൾ നമുക്ക് ഓർമ്മയാണ്. ഞാനും ആഷ്മിയൊക്കെ വളർന്നു വന്നപ്പോൾ നായകന്റെ പ്രധാന ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നായകൻ സിഗരറ്റ് വലിക്കും. നായകൻ ഇങ്ങനെ താഴെ നിന്ന് സിഗരറ്റ് കത്തിച്ച് മേലിലോട്ട് വലിക്കുന്നതാണ്. സുഗതകുമാരി ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റായ മാതൃകകളാണ്. ഇത് റോങ് ഇംപ്രഷൻസ് ഇംപ്രഷനബിൾ മൈൻഡ്സിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതൊരു എഡ്യൂക്കേഷന്റെ വിഷയമാണ്. സ്കൂളിലും കോളേജിലും അടക്കം ഒരു മീഡിയ ലിറ്ററസി അടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമായി സിനിമയല്ല ജീവിതമെന്നും ഇത്തരം കാര്യങ്ങളിൽ തെറ്റായി സ്വാധീനിക്കപ്പെടരുന്ന ഒരു പഠനം തന്നെ നമ്മുടെ നാട്ടിൽ വളരെയധികം ആവശ്യമാണ്. ശരി.